ഹായ് ഹായ്, എന്താ അവിടെ നടന്നേ? ആരവിടെ പടക്കം പൊട്ടിച്ച് എന്തെന്തെന്ന് വിഷുവ ഇങ്ങനെ പറയേണ്ട അവസ്ഥയായി ഇപ്പൊ ഞങ്ങൾക്ക്. കാരണം നോറ്റൊരു വെടിക്കെട്ട് കാണാന്ന് വെച്ച് വന്നതാ. ദാ കിടക്കുന്നു, കാല് കുത്തിയതും വെടിക്കെട്ടും കഴിഞ്ഞു, എല്ലാ പൊടിപൂരങ്ങളും കഴിഞ്ഞു. ഞങ്ങള് ബ്ലിങ്കസിയായി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പിങ്കി വ്ളോഗ്സ്. അങ്ങനെ പെരുന്നാളും കഴിഞ്ഞു. പെരുന്നാൾ കണ്ടു, വെടിക്കെട്ട് ഒരു വീഡിയോ ഒക്കെ ആക്കി, ഒരു 5-10 മിനിറ്റിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് അങ്ങോട്ട് ഉല്ലസിക്കാന്ന് വിചാരിച്ച് വന്നതാ. പക്ഷെ ഇവിടെ കാലിങ്ങനെ കുത്തിയതും വെടിക്കെട്ടിൻ്റെ അവസാന രംഗമാണ് നിങ്ങൾ ആദ്യം എൻ്റെ വീഡിയോയിൽ കണ്ടത്. ഇനി എന്തുട്ടാ, ഇനി ഇവിടെ പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല. പക്ഷെ വന്ന സ്ഥിതിക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോകാനൊന്നും പറ്റില്ല എന്ന് ഞങ്ങൾക്ക് ഇപ്പോഴത്തെ ജനസാഗരം കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം അത്ര ബ്ലോക്കാണ്. ആൾക്കാർ വെടിക്കെട്ട് കഴിഞ്ഞ് തിരിച്ചു പോണേൻ്റെ തിരക്കിലാണ്. അപ്പം തിരിച്ചു പോകുമ്പോൾ അവിടെയും ഇവിടെയും എല്ലായിടത്തും വണ്ടികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പം പിന്നെ തിരിച്ചു പോലും നടക്കില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം വരുന്ന ആൾക്കാർ, ഇങ്ങോട്ട് വരുന്ന ആൾക്കാരൊക്കെ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അപ്പം അവർ വണ്ടികൾ എടുക്കുമ്പോൾ വീണ്ടും വീണ്ടും ബ്ലോക്ക് കൂടാ. ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത്ര ബ്ലോക്കില്ല. പിന്നെ അങ്ങോട്ട് മുന്നോട്ട് കയറും തോറും ബ്ലോക്ക് നല്ലോണം കൂടാണ്. അപ്പം എന്തായാലും ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ പറ്റില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പായി. അപ്പം പിന്നെ വിചാരിച്ചു ഒന്ന് ചുറ്റിക്കാണാന്ന് പറഞ്ഞാൽ ഇരിഞ്ഞാലക്കുട കാണാൻ കുറേ ഉണ്ട്. ഫുള്ളായിട്ട് ഡെക്കറേഷനാണ് പെരുന്നാളിൻ്റെ. പള്ളി ആയാലും എല്ലായിടത്തും, ഡാണാവായാലും എല്ലായിടത്തും അടിപൊളി ഡെക്കറേഷൻ. അപ്പം അതന്നെ ഒരു കാണാനായിട്ടൊരു കാഴ്ച തന്നെയാണ്. എന്നാൽ പിന്നെ അത് കാണാമെന്ന് വിചാരിച്ചു. കൂടെ നിങ്ങളെയും കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്കൊന്ന് ഇരിഞ്ഞാലക്കുട റൗണ്ട് ചുറ്റി ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിൽക്കണ ഈ ഒരു പള്ളിയാണ് പെരുന്നാൾ പള്ളി. അത് ഇരിഞ്ഞാലക്കുട സെൻറ് മേരീസ് ചർച്ചാണ്. നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇങ്ങനെ ഈ പള്ളിയുടെ ഇപ്പോൾ ഡെക്കറേഷൻ്റെ കളറൊക്കെ ഇങ്ങനെ മാറി മാറി വരും, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇവിടെയാണെങ്കിൽ ഒരു മുട്ടുസൂചി കുത്താനുള്ള ഒരു ഗ്യാപ്പില്ല, അത്രയധികം ആൾക്കാരാണ്. കുറച്ച് പേര് വെടിക്കെട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോവാണ്. പിന്നെ കുറച്ച് പേര് എൻ്റെ പോലെ തന്നെ കുറേ പേര് വീഡിയോ എടുക്കാനായിട്ട് നിൽക്കുന്നവരുണ്ട്. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. സത്യം പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വീർപ്പ് മുട്ടും. മാത്രമല്ല ഭയങ്കര ചൂടാണ്, ഭയങ്കര ചൂടുണ്ട് ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത്. അച്ചടക്കം നിലനിർത്തുന്നതിന് വേണ്ടി പോലീസിന്റെയും വോളണ്ടിയേഴ്സിന്റെയും നിർദ്ദേശങ്ങൾ എല്ലാവരും അനുസരിക്കേണ്ടതാണെന്ന് സവിനയം ഓർമ്മിപ്പിക്കുന്നു. അടിയന്തര ഘട്ടങ്ങളിൽ ഇവിടെ വലിയ അനൗൺസ്മെന്റ്, ആൾക്കാരുടെ തിരക്ക് കൂടിയതുകൊണ്ട് അവരവരുടെ സ്വർണ്ണാഭരണങ്ങളും കാശൊക്കെ സൂക്ഷിക്കാനുള്ള അനൗൺസ്മെന്റും ഉണ്ട്. പിന്നെ കൂടെ എന്തെങ്കിലും അപകടം പറ്റി കഴിഞ്ഞാൽ ഫസ്റ്റ് എയ്ഡ് സൗകര്യങ്ങളുണ്ടെന്നും അനൗൺസ്മെന്റിൽ പറയുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ പറ്റാണ്ടായപ്പോൾ ഞങ്ങൾ എങ്ങനെയൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നു. നേരെ പോയി ഞങ്ങളൊരു ഐസ്ക്രീമൊക്കെ കഴിച്ച് നല്ലോണം ചില്ലായി. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോയി. അധികം ഒന്നും ഇപ്പോൾ കാണാനില്ല. ഇനി നാളെ ഉണ്ട് പെരുന്നാളിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ. അതിനൊന്നും എന്തായാലും വരാൻ പറ്റില്ല. അപ്പം പിന്നെ ഇപ്പോൾ വെടിക്കെട്ട് കാണാമെന്ന് വെച്ച് വന്നതാണ്, അത് നടന്നില്ല. അപ്പം അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ എൻ്റെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റ, ബൈ, സീ യു.